സുധി വിജയൻ, ഇത് നമ്മുടെ കമ്മിറ്റി മെമ്പർ അമ്പലത്തറ സുനിത. ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് 66-ാം വാർഡിൽ ഇപ്പോൾ ബൈ ഇലക്ഷൻ നടക്കുകയാണ്. ഈ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 46ഓളം സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. കുറേയേറെ ഞങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വിഴിഞ്ഞം തുറമുഖത്ത് ഞങ്ങൾ പോയി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ NA റഷീദ് എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിഹ്നം കസേരയാണ്. ആ NA റഷീദിന് പിന്തുണ കൊടുക്കുവാനാണ് ഞങ്ങൾ ഈ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. കാരണം NA റഷീദിനെ കുറിച്ച് ഞങ്ങൾ വളരെ 2-3 ദിവസങ്ങളായി അവിടെ പോയി അന്വേഷിച്ചപ്പോഴൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്നതിൽ വളരെ സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകനാണ് NA റഷീദ്. അദ്ദേഹത്തിന് ഒരു വട്ടം പഞ്ചായത്ത് മെമ്പറും ഒരു പ്രാവശ്യം കോർപ്പറേഷൻ കൗൺസിലറുമായി മത്സരിച്ച് ജയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അന്വേഷിച്ചപ്പോൾ കൊറോണ സമയത്തൊക്കെ 100 കണക്കിന് പാവപ്പെട്ടവരെ സംരക്ഷിക്കുവാനും അവർക്കുള്ള വേണ്ടിയുള്ള ആഹാരങ്ങളായാലും ശരി, വസ്ത്രങ്ങളായാലും ശരി, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ ഏറ്റവും മുന്നിൽ നിന്ന ഒരു വ്യക്തി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മ മാത്രമാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. പിന്നെ സഹോദരങ്ങൾ ഇടയ്ക്ക് വന്ന് താമസിക്കും. പക്ഷേ ആ വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഏത് നിമിഷവും നിലംപൊത്താറായി കിടക്കുകയാണ്. ഒരു പഞ്ചായത്ത് മെമ്പറും ഒരു കൗൺസിലറൊക്കെ ആയിരുന്നവർ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അല്പം സ്വല്പ കാര്യങ്ങളൊക്കെ ചെയ്യും. ഒന്നുമില്ലെങ്കിലും സ്വന്തം വീടെങ്കിലും ഒന്ന് വൃത്തിയാക്കാനുള്ളത് ചെയ്യും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റവും നിസ്സീമമായ പൊതുപ്രവർത്തനം നടത്തുന്ന സത്യസന്ധനായ നിഷ്കാമിയായ ഒരു പൊതുപ്രവർത്തനം. അതിൻ്റെ ബേസിലാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അവിടെ ജയിച്ചു വരണം. അത് മറ്റു പൊതുരംഗത്തിൻ്റെ സംശുദ്ധിയും പരിവേഷവും സത്യസന്ധതയും കാത്തു സൂക്ഷിക്കുവാൻ എപ്പോഴും പൊതുരംഗത്ത് നിൽക്കുന്നവർ ഏറ്റവും പ്രസക്തരായിരിക്കണം. ജനങ്ങൾക്ക് മാർഗദർശികളായിരിക്കണം. ജനങ്ങൾ അവരിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കണം. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും 100% സിൻസിയറായ ഒരു വ്യക്തി കൊണ്ടാണ് NA റഷീദിന് അദ്ദേഹത്തിൻ്റെ ചിഹ്നം കസേരയാണ്. അദ്ദേഹത്തെ ഇനി വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ. അതായത് ഇന്ന് 8ആണ്, നാളെയും മറ്റന്നാളും കൊണ്ട് പ്രചരണം തീരുകയാണ്.